പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം. ആ ആണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിലെത്തിയപ്പോൾ അവർ ദേശത്ത് കൃഷി ചെയ്തു. ഹല്ലേലൂയ. ദേശത്തെ വിളവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. ദേശത്തെ വിളവ് അവർ അനുഭവിച്ചു. നോക്ക്, നമ്മുടെ കർത്താവ് നമ്മുടെ കൈകളുടെ അധ്വാന ഫലത്തെ തരുന്ന ദൈവമത്രേ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, നിൻ്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. നമുക്ക് ജോലി ചെയ്യാൻ, അധ്വാനിക്കാൻ, ദൈവമേൽപ്പിച്ച വേല എന്താണെങ്കിലും അത് ചെയ്യുവാൻ കൃപ നൽകുക മാത്രമല്ല, അതിൻ്റെ ഫലവും അനുഭവിപ്പാൻ അവൻ കൃപ നൽകും. ഇന്ന് പകൽക്കാലം പലരും പറയും, നാം കഷ്ടപ്പെട്ടു, നാം അധ്വാനിച്ചു, എന്നാൽ ഒരു പ്രയോജനവുമില്ല, പലതും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം അത്രേ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം തിന്നുക എന്നത്. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അധ്വാന ഫലം ആരെങ്കിലും നഷ്ടപ്പെടുത്തിയെങ്കിൽ, നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോയെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ, ഈ പകൽക്കാലം നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറയാം, ദൈവമേ, അധ്വാനിക്കാൻ അങ്ങ് കൃപ തന്നെങ്കിൽ അതിൻ്റെ വിളവെടുക്കാൻ, അതിൻ്റെ നന്മ അനുഭവിക്കുവാൻ, അതിൻ്റെ ഫലം തിന്നുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങളെ അനുഗ്രഹിക്കുവാനാണ് അവൻ വിളിച്ചത്. നമ്മുടെ കർത്താവ് നന്മ മുടക്കിക്കളയുന്ന ദൈവമല്ല, സർവ്വ നന്മകളാലും തൻ്റെ ജനത്തെ അലങ്കരിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. വേദപുസ്തകം നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഇതുപോലെ ദൈവം കൊടുത്ത ഫലം അനുഭവിക്കുവാൻ ഹല്ലേലൂയ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ലഭിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വലിയ ക്ഷാമത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഇസ്രായേലിൽ ശമരിയ പട്ടണത്തിൽ വലിയ ക്ഷാമം, ആൾക്കാർക്ക് കഴിക്കാൻ ഒന്നുമില്ല, അവർ അധ്വാനിച്ചാലും ഒന്നും കിട്ടത്തില്ല. അതുമാത്രമല്ല, ദേശത്ത് വളരെ ക്ഷാമം. ഹല്ലേലൂയ. അതുകൊണ്ട് ജനത്തിന് ഒന്നും കഴിപ്പാനില്ലാഞ്ഞിട്ട് വേദപുസ്തകം പറയുന്നു, ഒരു സ്ത്രീ ഹല്ലേലൂയ തൻ്റെ കുഞ്ഞിനെ പുഴുങ്ങി തിന്നു. അത്രത്തോളം ക്ഷാമം കൊടുമ്പിരിക്കൊണ്ട സമയത്ത് ഇതാ ഒരു ദൈവദാസൻ വന്ന് വിളിച്ചു പറയുന്നു, നാളെ ഈ സമയത്ത് ശമരിയയുടെ പടിവാതിക്കൽ വെച്ച് ഹല്ലേലൂയ നിങ്ങൾക്ക് ധാരാളം തിന്നുവാൻ ലഭിക്കും. ഹല്ലേലൂയ. ഒരു സെയാൽ യവത്തിന് ഹല്ലേലൂയ വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇതാ നിങ്ങൾക്ക് യവവും ഗോതമ്പും ഒക്കെ ഈ ശമരിയയുടെ വാതിക്കൽ കിട്ടുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ അത് കേട്ട് വിശ്വസിച്ചപ്പോൾ അത് ഏറ്റെടുത്തപ്പോൾ ഇതാ അകമ്പടി നായകൻ വിളിച്ചു പറഞ്ഞു, ആകാശം ദൈവം തുറന്നാലും ഇതൊന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെയാ നിങ്ങളുടെ നന്മയുള്ളത്, അവിടെയാ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത്. ഒരു കൃഷി നിങ്ങൾ ഇറക്കുമ്പോൾ, ഒരു വേല ചെയ്യുമ്പോൾ പറയണം, കർത്താവിൻ്റെ കൃപയാൽ ഇതിനകത്തുനിന്ന് എനിക്ക് ഫലം കിട്ടും, ഇതിനകത്തുനിന്ന് നന്മ വരും. എല്ലാം കണ്ടിട്ട് ഒന്നും പറ്റത്തില്ല, ഒന്നും നടക്കത്തില്ല, ഇതെല്ലാം വെറുതെയാ എന്ന് പറഞ്ഞ് നിങ്ങളുടെ വാഗൊണ്ട് ഹല്ലേലൂയ നെഗറ്റീവായിട്ട് ഹല്ലേലൂയ ദോഷമായിട്ടുള്ളത് ഹല്ലേലൂയ എതിരായിട്ടുള്ള വാക്ക് പറയരുത്. പിന്നെയോ നിങ്ങളുടെ വായിക്കകത്തു നിന്ന് ഹല്ലേലൂയ പോസിറ്റീവ് ഡിക്ലറേഷൻ ഹല്ലേലൂയ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുകളെ നിങ്ങൾ ചെയ്യണം. പ്രവാചകൻ പറഞ്ഞത് ഏറ്റെടുത്തപ്പോൾ വേദപുസ്തക ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. 4 കുഷ്ഠരോഗികൾ ഹല്ലേലൂയ അവരെടുത്തു വെച്ച ചുവട് ശമരിയ പട്ടണത്തിൻ്റെ നന്മയ്ക്ക് മുഖാന്തരമാക്കി ദൈവം മാറ്റി. 4 കുഷ്ഠരോഗികൾ പട്ടണത്തിന് പുറത്തേക്ക് നടന്നപ്പോൾ അവരുടെ കാലിൻ്റെ ശബ്ദം വലിയ കുതിരകളുടെ രഥങ്ങളുടെ ആരവമാക്കി മാറ്റി. ശമരിയയുടെ ചുറ്റിനും നിന്ന ശത്രുവിൻ്റെ പാളയത്തിൽ, അരാമ്യ പാളയത്തിൽ ഹല്ലേലൂയ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി ദൈവം ജനത്തിന് നന്മയൊരുക്കി. ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ചുവട് മതി, വിശ്വാസത്തിൻ്റെ ഒരു ചുവട് മതി നന്മയുടെ വാതിലുകളെ തുറക്കാൻ. ദൈവം നന്മയുടെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുക. പക്ഷെ തുറന്നു കിട്ടണോ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചുവടുകൾ. അത് നിങ്ങളുടെ നന്മയിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾ ഈ ആണ്ടിൽ ഹല്ലേലൂയ തന്നെ അനുഭവിക്കുമെന്ന് നിങ്ങൾ ഏറ്റുപറയുമോ അത് സംഭവിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി,
നിൻ്റെ ഏറ്റുപറച്ചിലിൽ അത്ഭുതമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 34 മുതൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു, നോക്ക് ഹല്ലേലൂയ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പറയും 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു. എന്നാൽ തലപൊക്കി നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ വയലുകൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വേണ്ടി വിളഞ്ഞിരിക്കുന്നത് കാണാം. നമുക്ക് ചോദിക്കാം, കർത്താവേ 4 മാസം കഴിഞ്ഞിട്ടല്ലാതെ ഇത് വിളയത്തുള്ളോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒറ്റ വാക്യം ഇതാ, തലപൊക്കി നോക്കിയാൽ മതി, വിശ്വാസത്തോടെ നോക്കിയാൽ മതി, നിങ്ങളുടെ വയലുകൾ ഇപ്പോൾ തന്നെ വിളഞ്ഞിരിക്കുക. പ്രിയരെ, ഈ പകൽക്കാലം വിശ്വാസത്തിൻ്റെ ചുവട് നമുക്കെടുക്കാം. ഈ നല്ല ദിവസം നമുക്ക് പറയാം, നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിശ്ചയമായി അത്ഭുതം സംഭവിക്കും. രാത്രി മുഴുവനും അധ്വാനിച്ച പത്രോസിൻ്റെ പടകിൽ യേശുതമ്പുരാൻ കാല് വെച്ചപ്പോൾ യേശുതമ്പുരാൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ, അല്ല, നീ പടകിൻ്റെ വലതുവശത്തേക്ക് ആഴത്തിലേക്ക് വലയെറിയുക. ഹല്ലേലൂയ. ആ പത്രോസ് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കർത്താവിൻ്റെ വാക്കിന് നിങ്ങളൊന്ന് അനുസരണത്തോടെ വിശ്വാസത്തോടെ ഒന്ന് പ്രവർത്തിച്ചാൽ നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മയുടെ വാതിൽ കർത്താവ് തുറക്കും. കർത്താവ് നിശ്ചയമായി നിങ്ങളെ മാനിക്കും. വചനം പറയുന്ന പ്രകാരം നിങ്ങളുടെ കൈകളുടെ അധ്വാനഫലം നിങ്ങൾ തിന്നും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനത്തെ നോക്കി, നിങ്ങളുടെ നന്മയെ നോക്കി, നിങ്ങളുടെ ജോലിയെ നോക്കി, നിങ്ങളുടെ തലമുറകളെ നോക്കി ആ കരമുയർത്തി വിശ്വാസത്തോടൊന്ന് അനുഗ്രഹിച്ചിട്ട് പറ, വിശ്വാസത്തോട് പറ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ, നന്മ അനുഭവിക്കാൻ എന്നെ വിളിച്ചതാ, എൻ്റെ കൈകളുടെ അധ്വാനഫലം ഞാൻ അനുഭവിക്കും. ഹല്ലേലൂയ. ഞാൻ ഓടുന്നതും ഓടിയതും വൃഥാവായി പോകത്തില്ല. എൻ്റെ തലമുറകൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെട്ടവളാ. ഒന്ന് ഏറ്റു പറയുമോ? നിശ്ചയമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിശ്ചയമായി നിങ്ങൾ നന്മ അനുഭവിക്കും. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.